back to my channel. ഇന്ന് നമ്മൾ ഇഫ്താർ സ്പെഷ്യൽ കോഴിയടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കോഴിയട ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സവാള ചോപ്പ് ചെയ്തത്, ആവശ്യത്തിന് നെയ്യ്, ഒരു കപ്പ് മൈദ, മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഉപ്പും ചേർത്ത് ചിക്കൻ വേവിച്ചതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇത് ബോൺലെസ് ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുകൂടാതെ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ആദ്യം തന്നെ ഒരു കപ്പ് മൈദ എടുത്ത് ആവശ്യത്തിന് വെള്ളവും നെയ്യും ചേർത്തൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കും പൂരിക്കൊക്കെ കുഴച്ചെടുക്കുമ്പോൾ ഉള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതേപോലെ വേണം ഇവിടെ ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് മാറ്റി വെക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്ത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും സവാള ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാൻ പോവാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ സവാള, ഇങ്ങനെയാണ്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റുക. ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചിക്കൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ചേർത്ത് വേവിച്ചതാണ്. ഇനി നമ്മൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി, ഇത്രയും ചേർത്ത് ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നമുക്കിത് നല്ലോണം ക്രിസ്പി ആയിട്ടാണ് കിട്ടേണ്ടത്. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഴിയടയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവെടുത്ത് ബോൾസ് ആക്കിയതിന് ശേഷം ഇതേപോലെ ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. നമ്മൾ കോഴിയട ഉണ്ടാക്കുന്നത് ചെറിയ സൈസിലാണ്. അതിനുവേണ്ടി ഇതേപോലെ പരത്തിയതിന് ശേഷം പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മളൊരു മൂടി ഉപയോഗിച്ച് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം ഇതൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഉള്ളിൽ വെച്ചിട്ടുള്ള കൂട്ടൊന്നും പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി ഇതേപോലെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി നമുക്ക് കുറച്ച് എണ്ണ കയ്യിലാക്കാം. അപ്പം നല്ല രീതിയിൽ അത് ഫിക്സ് ആയി കിട്ടിക്കോളും. അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈങ് പാൻ വെച്ച് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മളിത് ഓരോന്നായിട്ട് തിരിച്ചിടാൻ പോവാണ്. ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. നല്ലപോലെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി മറ്റേ സൈഡും ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. നമുക്കിനി മധുരമുള്ള കോഴിയട ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി തേങ്ങ, പഞ്ചസാര, ഏലക്കായ് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ ചിക്കൻ ഫില്ല് ചെയ്യുന്നതിന് പകരം ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് മടക്കി 2 സൈഡും നല്ലോണം ഫിക്സ് ചെയ്യുക. എന്നിട്ടൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതേപോലെ പ്രസ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ 2 ടൈപ്പ് കോഴിയട ഉണ്ടാക്കി, സ്വീറ്റും സ്പൈസിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി കൊടുക്കുക. അടുത്ത എപ്പിസോഡിൽ ഒരു അടിപൊളി ഫുഡ് ബ്ലോഗുമായിട്ട് വരുന്നത് വരെ ടാറ്റാ.